എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇസ്രായേൽ തോറ്റു, അതുപോലെ ഹമാസ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്ത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് പല ജനങ്ങളും ഇപ്പോഴും ജീവിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആര് ജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആരും ജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒക്ടോബർ 7-നാണ് ഈ ഒരു യുദ്ധം ആരംഭിക്കുന്നത് തന്നെ. നമ്മുടെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന്റെ മണ്ണിൽ കയറി അവിടുത്തെ ജനങ്ങളെ ബന്ദികളാക്കി വെക്കുകയാണ്. അതിനുശേഷം ആ ബന്ദികളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങാണ്. അങ്ങനെ യുദ്ധത്തിനിറങ്ങുന്ന ഇസ്രായേലിന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, അവരുടെ ബന്ദികളെ തിരിച്ചു കിട്ടുക എന്നത്. ഈ ബന്ദികളെ തിരിച്ചു കിട്ടും വരയ്ക്കും അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഇപ്പോൾ ഒരു ബന്ദിമോചനം എന്നുള്ള കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇപ്പോൾ ബന്ദികളെ തിരിച്ച് ഇസ്രായേലിലേക്ക് ഹമാസ് വിടുകയാണ്. ഇസ്രായേലിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ബന്ദികളെ വിട്ടു നൽകുക. ആ സംഭവത്തിലേക്ക് ഇപ്പോൾ ഹമാസ് തയ്യാറായി നിൽക്കുന്നത് കാണുമ്പോൾ ഇവിടെ സത്യത്തിൽ ഇസ്രായേലാണ് ജയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. അതുവരെയും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.